ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നും ഒരു സബ്ജക്റ്റ് ചിന്തിക്കുവാൻ ദൈവം തരുന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ കേട്ടിരിക്കും എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നു. അനാഹട്ട് ഹോസിയ, ദൈവമേ രക്ഷിക്കണമേ, അല്ലെങ്കിൽ കർത്താവെ രക്ഷിക്കണമേ എന്ന് യഹൂദൻ നിലവിളിച്ചതായ ഒരു സന്ദർഭമാണ് ഇന്നത്തെ ചിന്താവിഷയം. ഈ ചാനൽ സന്തോഷമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുവാൻ പിന്നെയും നിങ്ങളോട് ആലോചന പറയുന്നു. അത് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സന്തോഷമായിരുന്നാൽ അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്. അത് ദൈവം നമുക്ക് തരുന്ന ആലോചനകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 4500 വർഷത്തിൻ്റെ ചരിത്രം നമ്മൾ ചിന്തിച്ചു. എങ്ങനെയാണ് മുസ്ലിങ്ങളും യഹൂദന്മാരും ഉണ്ടാകുവാനിടയായിത്തീർന്നതെന്നും എല്ലാത്തിനും കാരണക്കാരനായ അബ്രഹാമിനെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്ത് അബ്രഹാമും സന്തതികളും എങ്ങനെയാണ് കടന്നതെന്നും നാം ചിന്തിച്ചു. അതുപോലെ വാഗ്ദത്ത സന്തതിയായിട്ട് യാക്കോബിനെക്കുറിച്ചും ദാസിയുടെ സന്തതിയായിട്ട് ഇസ്മായേലിനെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു. പിന്നെയും പേര് പറയുന്ന അബ്രഹാമിന് വേറെയും 6 മക്കൾ ഉണ്ടായിരുന്നതായും ചിന്തിച്ചു. ഇന്ന് 1950 ഇസ്രായേൽ എന്ന രാജ്യം രാജ്യമായിട്ട് അംഗീകരിക്കുവാൻ പലരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ UN കൂടി ഈ ഇസ്രായേലിനെ അംഗീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതായ ഒരു ചോദ്യം ഉടലെടുക്കുവാനിടയായിത്തീർന്നു. ഇസ്രായേലിനെ അംഗീകരിക്കണമോ രാജ്യമായിട്ട്, അതോ അവരിന്നത്തെ പോലെ അലഞ്ഞു തിരിയണമോ എന്നുള്ളതായിരുന്നു വിഷയം. അന്ന് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തതായ സ്ഥലം നമ്മൾ ചിന്തിച്ചു. കനാനിൽ അവർ ചെന്ന് വെട്ടിപ്പിടിച്ചതോ അതിനെ കീഴടക്കിയതോ ഒന്നുമല്ല, അവർ വില കൊടുത്ത് വാങ്ങിയതാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അബ്രഹാം 100 വെള്ളിക്കാശിന് ആ സ്ഥലം വാങ്ങി. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിൽ പറയുന്നു, യാക്കോബ് 100 വെള്ളിക്കാശിന് ആ സ്ഥലം കുറേ വാങ്ങി എന്ന് കാണുന്നു. ഈ സ്ഥലം അന്ന് ഇസ്രായേലിനുണ്ടായിരുന്നത് കിഴക്ക് മെഡിറ്ററേനിയൻ കടലും
വടക്ക് ലെബനനും ഹെർമോൻ പർവ്വത നിരയും, തെക്ക് അരോബ കടലിടുക്കും, ചാവുകടലും അർണോൻ താഴ്വരയും, അർണോൻ്റെ നദിയുടെ കരകളും, പടിഞ്ഞാറ് സിറിയ, അമ്മോൻ, മോവാബ്, ഇങ്ങനെ വിശാലമായ ഒരു സ്ഥലത്താണ് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളും താമസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ നാം ചിന്തിച്ചത് തന്നെ പോലെ ഇസ്രായേലിൻ്റെ ദുർബുദ്ധിയും ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ വിഗ്രഹാരാധനയും അവർക്ക് ഉടലെടുത്തപ്പോൾ അവർ ക്ഷയിച്ച് പോയി. BC 975 ശലോമോൻ ദേവാലയം പണിതപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, നീ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടന്നാൽ ഇത് ഒരു ശാശ്വതമായ കെട്ടിടമായി നിലനിൽക്കും. ഇല്ലെങ്കിൽ ഞാനിതിനെ ഇടിച്ചു നിരത്തി മനുഷ്യന് ഒരു കൂത്തുകാഴ്ചയാക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. ഒരു കൂത്തുകാഴ്ചയാക്കി മാറ്റും ഈ ജെറുസലേം ദേവാലയത്തെ. അത് ഞാൻ തന്നെ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ശലോമോന് കഴിഞ്ഞില്ല. ശലോമോൻ 1000 ഭാര്യമാരെയൊക്കെ സ്വീകരിച്ച് വിജാതീയ സ്ത്രീകളെ ഭാര്യമായി സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, ബാൽ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുക കൂടെ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ മുഴുക്കുവാനുണ്ടായിത്തീർന്നു. അതുകൊണ്ട് അവരെ ദൈവം നാട്ടിൽ നിന്ന് നാടുകടത്തി. അവർ 2562 വർഷം ഈ ഭൂമിയിൽ ആരുമില്ലാത്തവരായി അലഞ്ഞു തിരിയേണ്ടതായിട്ട് വന്നു. ഒടുവിൽ 2562 വർഷം കഴിഞ്ഞപ്പോഴാണ് സ്വന്തം രാജ്യത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹം അവരുണ്ടാകുകയും സയണിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തുകയും, യഹൂദൻ്റെ തീവ്രമായ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നാട് വേണം, നാട് കിട്ടിയേ തീരൂ എന്നുള്ളതായ നിരന്തരമായ പ്രാർത്ഥന. അങ്ങനെ 48 അവരെ സ്വതന്ത്രമായ രാഷ്ട്രമായെങ്കിലും അത് രാജ്യങ്ങൾ അംഗീകരിച്ചില്ല. അങ്ങനെ UNO കൂടി ഇതിനെ, ഈ രാജ്യത്തെ അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾ 2/3 ഭൂരിപക്ഷം രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു. അവസാനം അത് വോട്ടിനിട്ട് തീരുമാനിക്കാനായിട്ട് UNO തീരുമാനിച്ചു. ആ വോട്ടിനിടുന്ന ദിവസം ഇസ്രായേലിൻ്റെ ശത്രുരാജ്യങ്ങളിലെല്ലാം ഡാൻസും കൂത്തും ഭയങ്കര സന്തോഷവും. കാരണം അവർ ബഹുഭൂരിപക്ഷമുണ്ട്. അത് UNO ഈ നിയമം പാസ്സാക്കിയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ അവർ ആയിരുന്നു. അങ്ങനെ UNO കൂടി അന്ന് ഇസ്രായേല് നിലവിളിച്ചതായ ഒരു ശബ്ദമാണ് അനാഹട്ട് ഹോസിയ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് രക്ഷിക്ക് വേറെ ആരുമില്ല, 4 ചുറ്റും ശത്രുക്കളെ കൊണ്ട് ഞങ്ങൾ നിറഞ്ഞിരിക്കുന്നു കർത്താവേ, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ്
ഓരോ യഹൂദനും വിലാപമതിലിൽ ചെന്ന് തലകളെ ഇടിച്ച് രക്തമൊഴുക്കിയും ഭയങ്കരമായ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യുഎൻഒ പാതിരാത്രി വരെയും കൂടി. അപ്പോഴും ഇസ്രായേൽ മക്കൾ ഉറങ്ങിയിട്ടില്ല. അവർ വളരെ കണ്ണുനീരിലും പ്രയാസത്തിലുമായിരുന്നു. വെറും 70 ലക്ഷത്തോളം വരുന്നതായ യഹൂദന്മാരും കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. അവിടെ 56 രാജ്യങ്ങൾ അന്ന് സംബന്ധിച്ചിരുന്നു. 56 രാജ്യങ്ങളിൽ വോട്ടിനിട്ടപ്പോൾ 10 രാജ്യങ്ങൾ വിട്ടുനിൽക്കുവാനിടയായിത്തീർന്നു. 13 രാജ്യങ്ങൾ അനുകൂലമായും 33 രാജ്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായും വോട്ട് ചെയ്തു. ആകെ 56 രാജ്യങ്ങൾ പങ്കെടുത്തു. അതിൽ 10 രാജ്യങ്ങൾ വിട്ടുനിന്നു. പിന്നെ 46 രാജ്യങ്ങൾ, അതിൽ 33 രാജ്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായിട്ട്, അതായത് ഇസ്രായേലിന് നിശ്ചയമായിട്ടും ഒരു രാജ്യം വേണം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുവാനായിട്ടിടയായിത്തീർന്നു. പാതിരാത്രിയായപ്പോൾ യുഎൻഒയുടെ രക്ഷാസമിതി വിളിച്ചു പറഞ്ഞു, യുഎൻഒയിൽ ഇസ്രായേലിൻ്റെ രാജ്യം സ്ഥാപിതമായിരിക്കുന്നു എന്ന് പ്രഖ്യാപനം ഉണ്ടാകുവാനിടയായിത്തീർന്നു. അതെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. കണ്ണുനീരിൻ്റെ ഫലമാണ് ഇസ്രായേൽ എന്നുള്ള രാജ്യം അവിടെ ഉടലെടുക്കുവാനിടയായിത്തീർന്നത്. ഇതിന് പിന്നിലും ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നതായിട്ട് നാം മനസ്സിലാക്കി. ഇസ്രായേൽ എവിടെ പോയിരുന്നാലും, ഈ ലോകത്തിൻ്റെ എവിടെ ചിതറിക്കപ്പെട്ടാലും അവിടെ നിന്ന് ഞാൻ അവരെ കൂട്ടിവരുത്തും എന്ന് കർത്താവിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. പ്രവാചകന്മാർ മുഖാന്തിരം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ മുഖാന്തിരം അത് അരുളി ചെയ്യുവാനിടയായത് ആ സമയത്ത് നിറവേറുവാൻ ഇടയായിത്തീർന്നു. പ്രാർത്ഥന ഒരു ശക്തിയാണ്. എന്നും പ്രാർത്ഥന ഒരു ശക്തിയാണ്. പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ, അതായത് ന്യായമായ കാര്യങ്ങൾ, ദൈവം നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. ഇസ്രായേലായാലും അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുന്നവനായാലും ഇല്ലാത്തവനായാലും ഏത് ന്യായത്തിൻ്റെ, നീതിയുടെ പക്ഷത്ത് വിളിച്ചപേക്ഷിക്കുന്നുവോ അവർക്ക് മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇസ്രായേൽ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു എന്ന് ശരിക്കും പറയാൻ കഴിയില്ല. യെരൂശലേം സ്ഥിതി ചെയ്തിരുന്ന അതേ സ്ഥലത്ത് ഓമർ എന്ന് പറയുന്ന തുർക്കി ഭരണാധിപൻ സ്ഥാപിച്ചതായ റോക്ക് ഓഫ് ടോം എന്ന് പറയുന്ന പള്ളിയാണ് അവിടെ ഇന്ന് കാണുന്നത്. ഈ പള്ളിയുടെ സ്ഥിതി എന്താണെന്ന് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ. പക്ഷേ ബൈബിളിൽ പൂർവ്വസ്ഥലത്ത് ജെറുസലേം സ്ഥാപിക്കപ്പെടുമെന്നും സ്ഥാപിക്കപ്പെടണമെന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു രണ്ടാമതും വരുന്നതായ സമയത്ത്, യേശു താമസമില്ല, രണ്ടാമതും വരും. അന്ന് ഈ ജെറുസലേം ദേവാലയം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ ജെറുസലേം ദേവാലയത്തിൽ നാം ചിന്തിച്ചതുപോലെ 90 അടി നീളവും 180 അടി ഉയരവും
30 അടി വീതിയുമാണ് ഉണ്ടായിരുന്നത്. അതേ സ്ഥാനത്താണ് ടോം ഓഫ് ആർക്ക് എന്ന് പറയുന്ന ഈ കെട്ടിടം ഇന്ന് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിന് ഏകദേശം പഴയ സ്ഥിതിയിലേക്ക് സ്ഥലങ്ങൾ കിട്ടിയിരിക്കുന്നു. ഗോലാൻ കുന്നുകൾ അവർ പിടിച്ചിരിക്കുന്നു. ചെങ്കടലിൻ്റെ അടുത്തുവരെ അവർ എത്തപ്പെട്ടിരിക്കുന്നു. കനാൻ ദേശം അവർക്ക് സ്വന്തമായിരിക്കുന്നു. കാർമേൽ പർവ്വതനിരകളുമെല്ലാം അവർക്ക് സ്വന്തമായിട്ട് തീർന്നിരിക്കുന്നു. വെറുതെ ഇരുന്ന ഇസ്രായേലിനെ ചെന്ന് ചൊടിപ്പിച്ച് ഹമാസ് യുദ്ധം ഉണ്ടാക്കിയതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. അത് കാരണക്കാരാണെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ നീതി അവിടെ നിറവേറുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ആവശ്യങ്ങളുടെ മുഖത്ത് കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നവരെ, ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ അവർ വിശ്വസിക്കുമെങ്കിൽ ദൈവമേ കേൾക്കുമ്പോൾ ദൈവമേ എനിക്ക് മക്കളെ തരണമേ എന്ന് കണ്ണുനീരോടെ പറയുമെങ്കിൽ മക്കളെ കൊടുക്കുവാൻ ദൈവം സർവ്വവല്ലഭനായിട്ടുള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഹന്നായ്ക്ക് മക്കളെ കൊടുത്തവനായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അബ്രഹാമിന് മക്കളെ കൊടുത്തവനായ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. മച്ചി എന്ന് പേര് വിളിച്ചാലും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവമേ, ദൈവത്തിൻ്റെ ആശ്രയത്വം അതവർക്ക് അനുഗ്രഹപ്രദമായി തീരും എന്നുള്ളതിന് ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ ദൈവം അവരുടെ ഹൃദയങ്ങളിലും സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.